ഒരു കല്ലറയിൽ 2 മൃതദേഹങ്ങൾ. കണ്ണൂർ വാണിയപ്പാറ ഇൻഫന്റ് ജീസസ് ചർച്ചിലെ കല്ലറയിലാണ് നാടിനെ നടുക്കിയ ദുരൂഹത ഉയർന്നു വന്നിരിക്കുന്നത്. ഒരു മരണത്തെ തുടർന്ന് കല്ലറ തുറന്നപ്പോഴാണ് പായയിൽ പൊതിഞ്ഞ നിലയിൽ മൃതദേഹമെന്ന് സംശയിക്കുന്ന മറ്റൊരു വസ്തു കണ്ടെത്തിയത്. സാധാരണ ക്രിസ്ത്യൻ ആചാരപ്രകാരം ഇത്തരത്തിൽ മൃതദേഹം അടക്കം ചെയ്യാറില്ലെന്നത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. നാട്ടുകാരനായ ജിൽസ് ഉണ്ണിമാക്കൽ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഈ സംഭവം പുറം ലോകം അറിഞ്ഞത്. തനിക്ക് ദുരൂഹത തോന്നിയതിനാലാണ് പോസ്റ്റ് ഇട്ടതെന്നും ഈ കാര്യം നേരത്തെ അറിഞ്ഞവർ ആരും പുറത്തു പറഞ്ഞിരുന്നില്ലെന്നും ജിൽസ് വ്യക്തമാക്കുന്നു. സംഭവത്തിൽ സംശയം തോന്നിയ ഉടൻ തന്നെ പള്ളി അധികൃതർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു എന്ന് വികാരി ഫാദർ ജിൽബർട്ട് കൊന്നയിൽ പറഞ്ഞു. ഇത് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ മൃതദേഹമാണോ എന്ന് സംശയമുണ്ടെന്നും പോലീസിന്റെ അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുമെന്നും വികാരി കൂട്ടിച്ചേർത്തു. കരിക്കോട്ടക്കരി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കൊന്നയിൽ ഇത് വാണിയപ്പാറ ഇൻഫന്റ് ജീസസ് ഉണ്ണിമിശിഹ ദേവാലയമാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് ഈ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ പുറത്തോട്ട് ഇറങ്ങി. അതുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും ആണല്ലോ നിങ്ങളെല്ലാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. 13-ാം തീയതി ഇവിടെ ഒരു അടക്ക് നടന്നു. അന്ന ദിവസം ഈ ബോഡി സംസ്കരിക്കുന്നതിന് വേണ്ടി രാവിലെ കല്ലറ തുറന്നപ്പോൾ ഞാൻ സ്ഥലത്തില്ലായിരുന്നു. ഞാൻ ഇന്ന് രാവിലെ വെളുപ്പിന് 5 മണിക്ക് വന്നതേ ഉള്ളൂ. അപ്പോൾ അന്ന് കല്ലറ തുറന്നപ്പോൾ ഞങ്ങളുടെ കൈക്കാരന്മാർ 2 പേര്, ഇതുമായിട്ട് സഹായിക്കുന്ന 2 പേര്, പിന്നെ ആ മരിച്ച വ്യക്തിയുടെ ആയിട്ട് ബന്ധപ്പെട്ട 2 പേര്, അങ്ങനെ ടോട്ടൽ 6 പേര് ചേർന്ന് കല്ലറ തുറന്നപ്പോൾ നമുക്ക് സംശയം തോന്നുന്ന രീതിയിൽ, അതെന്താണെന്ന് ഇതുവരെ ഞങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ല, സംശയം തോന്നുന്ന രീതിയിൽ ഒരു പെട്ടിയോട് കൂടെ ചേർന്ന് വേറെ ഒരു പെട്ടി കൂടി, ഒരു ബോഡി കൂടി കിടക്കുന്നതായിട്ട് ഞങ്ങൾക്ക് തോന്നി. അത് കൈക്കാരന്മാർ എന്നെ വിളിച്ചറിയിച്ചു. വിളിച്ച സ്പോട്ടിൽ തന്നെ ഞാൻ അവരോട് പറഞ്ഞു, ആ കല്ലറ സ്ലാബ് ഇട്ട് മൂടി പഴയതുപോലെ തന്നെ വെക്ക്, എന്നിട്ട് വേറൊരു കല്ലറ തുറന്ന് അന്നത്തെ സംസ്കാരം നടത്താൻ പറഞ്ഞു. അതുപ്രകാരം അവരത് കൃത്യമായിട്ട് നടത്തി. ഈ സമയത്ത് ഞാൻ പുറത്തായിരുന്നതിനാൽ ഞാൻ രൂപതയെ വിളിച്ചു. ഇങ്ങനെ ഒരു സംഭവം അതിരൂപതയെ വിളിച്ച് അറിയിച്ചു. അതിരൂപതയിൽ എന്നോട് കൃത്യമായിട്ട് പറഞ്ഞു. അപ്പോൾ തന്നെ അതിൻ്റെ കംപ്ലയിൻറ്റ് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അന്ന് ഈ സംസ്കാര ശുശ്രൂഷകൾ മുഴുവൻ നടന്നതിന് ശേഷം എല്ലാവരും, അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും പോയതിന് ശേഷം അന്ന് തന്നെ നമ്മുടെ സിമിത്തേരി ഗ്രില്ല് ചുറ്റും അടവുള്ള സിമിത്തേരിയാണ്, ഗ്രില്ലിട്ട് സിമിത്തേരി പൂട്ടിയതിന് ശേഷം കൈക്കാരന്മാർ 4 പേര് ചേർന്നിട്ട് അന്ന് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കൃത്യമായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട പരാതി കൊടുക്കുകയും പിറ്റത്തെ ദിവസം ഞങ്ങൾ ആ പരാതി കൊടുത്തതിൻ്റെ ഒരു റെസിപ്റ്റ് തിരിച്ചു വാങ്ങുകയും ചെയ്തു. ഓക്കെ, ഇതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഞങ്ങൾക്കൊരു സംശയം തോന്നി, അത് പോലീസിനെ അറിയിച്ചു. ഇനി അത് ഒരു മൃതശരീരമാണോ, ചിലപ്പോൾ അത് മൃതശരീരം പോലും ആകത്തില്ല, ചിലപ്പോൾ അതിങ്ങനെ പായയിൽ പൊതിഞ്ഞ് എന്തെങ്കിലും ആയിരിക്കും. അത് എന്താണ് എന്ന് കൃത്യമായിട്ട് ഇനി പോലീസ് അവർ പരിശോധിക്കും. അവർ കൃത്യമായിട്ട് അതിൻ്റെ അന്വേഷണങ്ങൾ അന്ന് മുതൽ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞാൻ വന്നതുകൊണ്ട് ഇന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളുമായിട്ട് അവർ അന്വേഷണമായിട്ട് ഇന്നിവിടെ വന്നു. ഇതിൻ്റെ അന്വേഷണം ഭംഗിയായിട്ട് പോകുന്നുണ്ട്. അതിൻ്റെ ലീഗൽ പ്രൊസീജിയർ അറ്റ് ദ സെയിം ഡേ തന്നെ ആരംഭിച്ചിട്ടുമുണ്ട്. ഇത് വേറെ ആരും പറഞ്ഞോ നാട്ടുകാർ പറഞ്ഞോ അല്ല അറിഞ്ഞത്. ഞങ്ങൾക്കാണ് ആദ്യം സംശയം തോന്നിയത്, ഞങ്ങളാണ് ആദ്യം പോലീസിനെ അറിയിച്ചത്. ഇത് പ്രകാരമാണ് മുന്നോട്ട് പോയത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങൾ അന്വേഷണം നടക്കുന്നു. ഇത്ര മാത്രമേ അറിയത്തുള്ളൂ. പള്ളിയിലെ ദുരൂഹമായിട്ടുള്ള സംഭവം കാണുന്നത് ഒരു 6 ദിവസം മുമ്പ് ഈ ഇടപെട്ട ഒരു വ്യക്തി മരണപ്പെട്ടായിരുന്നു. മരണപ്പെട്ട് കഴിഞ്ഞപ്പം ആ വ്യക്തിക്കുള്ള കല്ലറ, അത് പള്ളിയിൽ നിന്നാണ് ഇന്ന കല്ലറ എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. അങ്ങനെ കാണിച്ചു കൊടുത്തു. അത് ചെന്ന് പൊളിച്ചു കഴിഞ്ഞപ്പോഴാണ് അതിനകത്ത് ഒരു ദുരൂഹ സാഹചര്യത്തിൽ ഒരു പായ്ക്കകത്ത് പൊതിഞ്ഞ് കിട്ടിയ അവസ്ഥയിലൊരു രൂപം ഇത് കാണുന്നത്. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ 3-4 പേരെങ്ങാണ്ട് ഉണ്ടായിരുന്നുള്ളൂ. അവരത് നിർത്തി കടയിൽ പോലീസിനെ അറിയിച്ചിരുന്നു. അവർ വന്നുവെന്നും കേൾക്കുന്നുണ്ട്, വന്നിട്ട് നടപടിയൊന്നും എടുത്തിട്ടില്ലെന്നും കേൾക്കുന്നുണ്ട്. പക്ഷേ അത് ആ ഫോട്ടോ അതിനുശേഷം പുറത്തൊന്നും പോയില്ല. അത് വളരെ രഹസ്യമായിട്ട് എനിക്ക് കിട്ടി കഴിഞ്ഞപ്പോൾ ഞാനത് ഒരു വാർത്തയാക്കി. അതൊരു വല്ലാത്തൊരു ദുരൂഹതയാണ്. ഒരു ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ ഒരു സിമിത്തേരിയിലും പള്ളിയായിട്ട് ബന്ധപ്പെട്ട ഒരു സിമിത്തേരിയിലും പഴമ്പായ്ക്കകത്ത് പൊതിഞ്ഞൊരു ബോഡി അടക്കാറില്ല. അത് ഇന്ന് വരെ പണ്ടുണ്ടായിരുന്നു. തെമ്മാടിക്കുഴി എന്നൊക്കെ പറഞ്ഞൊരു സംവിധാനം ഉണ്ടായിരുന്നു. ഇപ്പോഴൊന്നും അങ്ങനൊരു സംഭവമില്ല. അത് കണ്ടപ്പോൾ ഒരു വല്ലാത്തൊരു ദുരൂഹത, അതങ്ങനെ അവിടെ വന്നു. അതിലാണ് സംശയം തോന്നിയതും ഇങ്ങനെയൊരു വാർത്തയാക്കാനുള്ള സാഹചര്യം ഉണ്ടായതും. അത് അറിഞ്ഞവർ അത് ഒതുക്കി വെക്കുകയാണ് ചെയ്തത്. ആരും പുറത്ത് പറഞ്ഞില്ല. അല്ലാതെ സ്വകാര്യമായിട്ട് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ ആരും അത് പുറത്താക്കാൻ തയ്യാറില്ലായിരുന്നു. ഞാൻ മാത്രമേ അത് വാർത്തയാക്കിയുള്ളൂ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം നടക്കുന്ന സംഭവങ്ങളും. ഇപ്പം പള്ളിയിൽ പോലീസടക്കം ഒത്തിരി ആൾക്കാരുണ്ടെന്ന് അറിയുന്നു. ഞാൻ പോയില്ല. ഇടവക്കാരുടെ പിന്നെ വികാരച്ചൻ എന്തോ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അവിടെ മരിച്ചിട്ടുള്ള എല്ലാ കുടുംബക്കാരെയും വിളിച്ചിട്ട് ആരൊക്കെയാണ് മരിച്ചിട്ടുള്ളത്, ഏത് കുഴിയിലാണ് ഇറക്കിയിട്ടുള്ളത് എന്നുള്ള കാര്യം തീരുമാനിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എങ്കിലും ഇതിനകത്ത് 2 ബോഡിയുടെ ലക്ഷണമാണ് കാണുന്നത്. അവിടെയാണ് ആകെ ഒരു ദുരൂഹത തോന്നുന്നത്. 2 ബോഡി, ഒന്ന് പായ്ക്കകത്ത് പൊതിഞ്ഞതും ഒന്നല്ലാത്തതും. ഈ പായ്ക്കകത്ത് പൊതിഞ്ഞ ബോഡി എങ്ങനെ വന്നു എന്നുള്ളതാണ് സംശയം. അത് വല്ലാത്തൊരു ദുരൂഹത തന്നെയാണ്, അല്ലെന്ന് പറയാൻ പറ്റിയല്ല.
അത് പറയാൻ ആയില്ല, അത് പോലീസാണ് സ്ഥിരീകരിക്കുന്നത്, നമ്മളല്ല. നമുക്കതിനകത്ത് നമ്മുടെ കാഴ്ചപ്പാടിൽ പായ്ക്കകത്ത് കെട്ടിയ ഒരു കല്ലറ മറ്റൊരു വസ്തു വരേണ്ട വിഷയമില്ലല്ലോ.